ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചന്ദ്രലേഖ അല്ലാതെ ഒരാളും കൂടി ഉണ്ടല്ലോ. അവളോട് പറ ലൈം ടീ എനിക്ക് തരാൻ. മാഡം, ചിന്നു ഇവിടെ ഇല്ല. അവള് പുറത്തു പോയിരിക്കുക. എന്തിന്? ഇപ്പൊ അവിടെ നമ്മുടെ കാര്യമൊന്നും ആരും പറയാറില്ല. എങ്കിലും അവിടെ ചെന്നിറങ്ങാൻ ഒരു പേടി. ആ നരേന്ദ്രൻ ആളുകൾ കുത്തിപ്പൊക്കി നമുക്കെതിരാക്കും. തമ്പുരാന്റെയും തമ്പുരാട്ടിയുടെയും കൊലപാതകം നമ്മുടെ തലയിൽ കെട്ടിവെക്കും. കുറച്ചു നാളുകൂടി ഇങ്ങനെ തന്നെ പോട്ടച്ച. ഇപ്പൊ അച്ഛൻ ഇവിടെയും ഞങ്ങൾ അവിടെയും സുരക്ഷിതമായിട്ടുണ്ടല്ലോ. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണുകയും ചെയ്യാം. പഴയ പോലെ വീണ്ടും ടെൻഷൻ അടിച്ച് കഴിയാൻ വയ്യ. ശരിയാ. ഉച്ചയായി വരുന്നു. എനിക്കാണെങ്കിൽ നല്ല വിശപ്പും. ഞാൻ ഏതെങ്കിലും ഹോട്ടലിൽ പോയി എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിച്ചിട്ട് വരാം. 1 മണിക്കൂർ ഡ്രൈവർ പയ്യന് വിശപ്പ് സഹിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കാം. വെറുതെ എന്തിനാ ഹോട്ടലിൽ പൈസ കൊടുക്കുന്നത്? എങ്കിൽ പിന്നെ ഞാനും കൂടാ. നമുക്ക് 3 പേർക്കും കൂടെ ഭക്ഷണം ഉണ്ടാക്കിയാലോ? എങ്കിൽ ചെന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് വാ. ഓക്കെ. ഹലോ, ഞാൻ പി സുദർശൻ. ഇരിഷ്യട് തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും പി. ആട്ടെ, എന്നെ വിളിച്ച ലക്ഷ്മി അല്ലേ? പി ലക്ഷ്മി അല്ല, ഐശ്വര്യ ലക്ഷ്മി. അത് ഞാൻ തന്നെയാ. പേര് പോലെ തന്നെ നല്ല ഐശ്വര്യം നിറഞ്ഞ മുഖം, നല്ല നിറം. കുട്ടി ആർട്ടിസ്റ്റ് ആണോ? ഐ മീൻ ഈ സിനിമ സീരിയൽ നടി അല്ല. ആകാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. എത്ര പെൺകുട്ടികളെയാ ഞാൻ പല സംവിധായകന്മാർക്ക് ഇന്റർവ്യൂ ചെയ്തിരിക്കുന്നെന്ന് അറിയാമോ? ഉദാഹരണത്തിന് സി കേരളം ചാനലിലെ കുടുംബശ്രീ ശാരദ. ആ ശാരദയെ ഡയറക്ടർ ഡോക്ടർ എസ് ജനാർദ്ദനൻ സാറിന് പരിചയപ്പെടുത്തി കൊടുത്തത് ആരാ? ഈ പി സുദർശനൻ. ദുർഗയിലെ ദുർഗയെ, മാനത്തെ കൊട്ടാരത്തിലെ കൊട്ടാരത്തിനെ, നായിക വന്ദനെ. പുതുതായി തുടങ്ങുന്ന ഒരു സീരിയലിൽ നല്ല പൊക്കവും സൗന്ദര്യവുമുള്ള ഒരു പുതുമുഖ നായികയെ തപ്പുക. അപ്പോ കുട്ടിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നായികയാക്കാം. ഇപ്പൊ പി സുദർശനൻ എന്ന ജൂനിയർ ആർട്ടിസ്റ്റ് സപ്ലയറെ ഞാൻ കാണണോന്ന് പറഞ്ഞത് അതിനല്ലല്ലോ. അറിയാം, കുട്ടിക്കൊരു തന്തയും വേണം, ഒരു തള്ളയും വേണം. അച്ഛനും അമ്മയും. യെസ്, അത് ഞാൻ എന്റെ ഭാഷയിൽ പറഞ്ഞതാ. അവന്റെ ഭാഷ. ആട്ടെ, എങ്ങനത്തെ അച്ഛൻ വേണം? എഴുത്തച്ഛൻ, എഴുതാത്തച്ഛൻ, വലിയച്ഛൻ, കൊച്ചച്ഛൻ, കറുത്തമ്മ, വെളുത്തമ്മ, കുഞ്ഞമ്മ, വല്യമ്മ, എല്ലാം എന്റെ കസ്റ്റഡിയിലുണ്ടെന്ന്. ഓ, ദേ, ഇതുവരെ ഒരു സീരിയലിലും സിനിമയിലും വരാത്ത, ആര് കണ്ടാലും മുഖം തിരിച്ചറിയാത്ത അന്തസ്സും കുലമഹിമയുമുള്ള ഒരു അച്ഛനും അമ്മയാണ് എനിക്ക് വേണ്ടത്. സെറ്റ് സെറ്റാക്കി കഴിഞ്ഞു. അഭിനയം പെറുടെ കഴിഞ്ഞ അപ്പൊ തന്നെ ശമ്പളം കൊടുക്കണം. നാളെ ആകട്ടെ, പിന്നെ ആകട്ടെ, മറ്റന്നാളാകട്ടെ, അങ്ങനെയൊന്നും നടക്കുന്ന കേസൊന്നുമല്ല. അതൊക്കെ ഓക്കെ. പിന്നെ ഡെയിലി ശമ്പളം ഒരാൾക്ക് 50,000 രൂപ വെച്ച്. 50,000? കുറഞ്ഞു പോയാ? അല്ല, കൂടിപ്പോയി. റേഞ്ച് ഏതുവരെ പോവാം?
പെർ ഡേ ഒരു ഒരു ആ, ഒരു ആ, ഒരു 2000-2500. ഛേ. എങ്കിൽ ഏതെങ്കിലും കൂതറ അച്ഛനും അമ്മയെ കിട്ടും. അതൊന്നും പറ്റില്ല. എന്റെ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള അച്ഛനും അമ്മയും തന്നെ എനിക്ക് വേണം. 2500 രൂപയ്ക്ക് ഇങ്ങനെയുള്ള അച്ഛനും അമ്മയ്ക്ക് കിട്ടത്തുള്ളൂ. അല്ല, പി സുദർശനനെ ഞാൻ പേഴ്സണലായിട്ട് ഹെൽപ്പ് ചെയ്തോളാം. ആ അത് പറയണ്ടേ. അങ്ങനെയാണെങ്കിൽ മിടുക്കരായ 2 പേരുണ്ട്. മീൻകാരി മോളി, തെങ്ങുകയറ്റക്കാരൻ സുരേന്ദ്രൻ. 2 പേരെയും കണ്ടാ പറയില്ല, ഉഗ്ര ആർട്ടിസ്റ്റുകളാ. അവർ ഈ റോഡ് തകർത്ത് പൊളിക്കും. ഐശ്വര്യലക്ഷ്മി ധൈര്യമായിട്ട് മുന്നോട്ട് വയ്ക്കോ. ഐശ്വര്യലക്ഷ്മി താമസിക്കുന്ന ഫ്ളാറ്റില് അച്ഛനും അമ്മയും എത്തിയിരിക്കും. പിന്നെ ലക്ഷ്മിയുടെ ഒറിജിനൽ അച്ഛനും അമ്മയും തോറ്റു. കണ്ടാലേ കൊട്ടാരത്തിലെ തമ്പുരാനെയും തമ്പുരാട്ടിയും പോലിരിക്കും. അത്രയ്ക്ക് സൂപ്പറാ. ചന്ദ്രലേഖ, എനിക്കൊരു ലൈം ടീ. ആ നിക്ക്. എവിടെ പോകുന്നു? അപ്പോ ഇതിന്റെ ബാക്കി ജോലി ആര് ചെയ്യും? വീടിനകത്ത് ചന്ദ്രലേഖയും ആ പുതിയ പെൺകൊച്ചും, വീടിന് പുറത്ത് വേറെ 2 പേര് പുറം പണിക്ക്. അതല്ലേ ഇവിടുത്തെ ജോലിക്കാരുടെ കണക്ക്? എന്താ അല്ലേ? അതെ. ആ, അപ്പോ ചന്ദ്രലേഖ അല്ലാതെ ഒരാളും കൂടി ഉണ്ടല്ലോ. അവളോട് പറ ലൈം ടീ എനിക്ക് തരാൻ. മാഡം, ചിന്നു ഇവിടെ ഇല്ല. അവള് പുറത്തു പോയിരിക്കുക. എന്തിന്? ആരോട് ചോദിച്ചിട്ട്? മഹിസാറ് എന്തോ വിളിച്ചോണ്ട് പോയതാ. വേറൊന്നും എനിക്കറിയില്ല. അറിയണം. അവരെ 2 ഒരുമിച്ച് വിടാതെ നിങ്ങളത് തടയണമായിരുന്നു. നിങ്ങളെ കൊണ്ട് അതിന് പറ്റിയില്ലെങ്കിൽ നിങ്ങളത് എന്നോട് പറയണം. എന്താ രമേ? നിങ്ങളുടെ മോന്റെ കാര്യങ്ങളൊന്നും നിങ്ങൾക്കറിയണ്ടേ? മഹി എന്ന് പറയുന്നവൻ ഇവിടെ നിൽക്കുന്ന അടുക്കള ജോലിക്കാരി പെണ്ണിനെയും കൊണ്ട് പുറത്തേക്ക് പോയി. അതിനെന്താ കുഴപ്പം? ഈ നിസ്സാര കാര്യത്തിലാണോ നീ കിടന്ന് വേളം വെക്കുന്നത്? വീട്ടുജോലിക്ക് വന്നവളെയും കൊണ്ട് നാട് മുഴുവൻ ചുറ്റുന്നത് നിങ്ങൾക്ക് നിസ്സാരമായിരിക്കും. എന്നാ എനിക്കതങ്ങനെയല്ല. നിങ്ങൾക്കത് വളരെ നിസ്സാരമായി കാണാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ എനിക്കറിയാം.